ഗാസയിലെ യുദ്ധത്തിന് പിന്നാലെ മലേഷ്യയിൽ അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായ KFCയുടെ 100-ലധികം ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടി. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് ഒരു മാസത്തിലധികം KFCയെ മലേഷ്യയിൽ ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് KFCയുടെ 100-ലധികം ഔട്ട്ലെറ്റുകൾ മലേഷ്യയിൽ അടച്ചുപൂട്ടിയത്. ചൈനീസ് മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മലേഷ്യയിൽ ഉടനീളമുള്ള 600 ഔട്ട്ലെറ്റുകളിൽ 108 എണ്ണം താൽക്കാലികമായി അടച്ചുപൂട്ടേണ്ടി വന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവയിൽ കൂടുതലും മുസ്ലിം ഭൂരിപക്ഷമുള്ള കേലന്തൻ സംസ്ഥാനത്താണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക വെല്ലുവിളികളാണ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുന്നതിലേക്ക് നയിച്ചത്. മലേഷ്യയിലെ KFC ഔട്ട്ലെറ്റുകളിൽ 18,000 ജീവനക്കാരാണുള്ളത്. രാജ്യത്തെ KFC ഉപഭോക്താക്കളിൽ 85% മുസ്ലിങ്ങളായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അമേരിക്ക നൽകിയ പിന്തുണയിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ മലേഷ്യയിൽ KFCക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനമുണ്ടായത്. ഇസ്രായേൽ സൈനികർക്ക് ഭക്ഷണം വിതരണം ചെയ്തെന്ന് മക്ഡൊണാൾഡ്സ് ഫെബ്രുവരിയിൽ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ അവർക്കെതിരെയും ബഹിഷ്കരണാഹ്വാനമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ബഹിഷ്കരണം തങ്ങളെ സാമ്പത്തികമായി തകർത്തെന്ന് മക്ഡൊണാൾഡ്സ് തന്നെ പ്രതികരിച്ചിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലാണ് സാമ്പത്തികമായി കൂടുതൽ തകർച്ച നേരിടേണ്ടി വന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഈ രാജ്യങ്ങളിലെ ബിസിനസ്സിൽ യുദ്ധം ചെലുത്തുന്ന ആഘാതം നിരാശാജനകമാണെന്നാണ് മക്ഡൊണാൾഡ്സിന്റെ CEO ക്രിസ് കെംപിൻസ്കി ഫെബ്രുവരിയിൽ പ്രതികരിച്ചത്. വർഷാവസാനത്തിന് മുൻപ് പോലും വിൽപ്പന വീണ്ടെടുക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഗാസ യുദ്ധവിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി US കൊളംബിയ സർവകലാശാല ക്യാമ്പസിലെ കെട്ടിടത്തിൽ തമ്പടിച്ച വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കി. സർവകലാശാലയിലെ ഹാമിൽട്ടൺ ഹാളിന്റെ 2ാം നിലയിലേക്ക് പോലീസ് ഇരച്ചുകയറിയാണ് നിരവധി വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും മറ്റുള്ളവരെ ഒഴിപ്പിക്കുകയും ചെയ്തത്. യുദ്ധം 7 മാസത്തോടടുക്കുമ്പോൾ ഗാസയിൽ 1 ചതുരശ്ര മീറ്ററിനുള്ളിൽ തന്നെ ശരാശരി 300 കിലോഗ്രാം അവശിഷ്ടങ്ങൾ ഉണ്ടെന്നാണ് ഇറാഖിലെ മുൻ യുണൈറ്റഡ് നേഷൻസ് മൈൻ ആക്ഷൻ സർവീസ് തലവനായ പെഹർ ലൗഥമർ പറയുന്നത്. 100 ട്രക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ 14 വർഷം എടുക്കുമെന്നും ലൗഥമർ കൂട്ടിച്ചേർത്തു. ഗാസയിൽ തകർന്ന കെട്ടിടങ്ങളിൽ 65% പാർപ്പിടങ്ങളാണെന്നാണ് ലൗഥമറിന്റെ കണ്ടെത്തൽ. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതും കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുന്നതുമെല്ലാം അപകടകരമായ കാര്യങ്ങളാണ്. തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ ഷെല്ലുകളും മിസൈലുകളും മറ്റ് ആയുധങ്ങളും ഉണ്ടാകും. തൊടുത്തവയിൽ ഏകദേശം 10% ആയുധങ്ങളും പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകില്ല. ബോംബുകൾ നിർവീര്യമാക്കുന്ന സംഘത്തിന്റെ സഹായമില്ലാതെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കുകയുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഈജിപ്തിലെ ഉന്നത ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ അബ്ബാസ് കമലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇസ്രായേലിൽ എത്തിയിട്ടുള്ളത്. റാഫേലേക്ക് ഇസ്രായേൽ സൈന്യം അടുക്കുന്നുവെന്ന സൂചനകൾ പുറത്തുവരുന്നതിനിടെയാണ് ഈജിപ്തിന്റെ പുത്തൻ നീക്കം. ഗാസയിലെ പകുതിയിലധികം വരുന്ന ജനങ്ങളും റാഫേലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. റാഫേൽ ഒരു ആക്രമണം സംഭവിച്ചാൽ അത് പലസ്തീനെ മാത്രമായിരിക്കില്ല, പ്രാദേശിക സമാധാനത്തെയും സുരക്ഷയും ബാധിക്കുമെന്ന് ഈജിപ്തിന്റെ പ്രസിഡന്റ് കഴിഞ്ഞ വാരം അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.